ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇനി അതിനകത്ത് കുറച്ച് MCQs, ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇത് സിലബസ് കവർ ചെയ്യുന്ന രീതിക്ക് ഒരു 40 MCQ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനീസ് ദ റവന്യൂ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഷോ. എന്ത് കാണിക്കാൻ വേണ്ടിയാണ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ 1 വരുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബി പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ട്രേഡിംഗ് ആക്ടിവിറ്റി, സി വരുന്നത് ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്, ലാസ്റ്റ് വൺ വരുന്നത് പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അപ്പൊ ഇതിൽ ഏതായിരിക്കും? നമുക്കറിയാം നമ്മള് 4 അക്കൗണ്ട് ആയിട്ടാണ് നമ്മുടെ ഇതില് ഇലക്ട്രിസിറ്റിയിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം റവന്യൂ അക്കൗണ്ട്, പിന്നെ നെറ്റ് റവന്യൂ അക്കൗണ്ട്, അത് കഴിയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഇതില് റവന്യൂ അക്കൗണ്ടിൽ എന്താണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്? ക്യാപിറ്റൽ റെസീപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആരുടെ കാര്യമാണ്? നമ്മൾ അസറ്റ് മേടിച്ച് അതേപോലെ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതൊക്കെയാണ്. ഇതെവിടെ വരുന്നതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ ആരുടെയാണ്? ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നവരുടെയാണ്. ഇവിടെ നമ്മൾ ആരുടെ കാര്യമാണ് നോക്കുന്നത്? ഇലക്ട്രിസിറ്റി കമ്പനി അല്ലേ, അപ്പം ഇത് ഇവിടെ വരില്ല. ദെൻ പൊസിഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയുടെ പൊസിഷൻ കാണിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ജനറൽ ബാലൻസ് ഷീറ്റ് ഈ കേസിൽ. അപ്പൊ ആരാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്? ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസ്. നമ്മുടെ കമ്പനിയില്, ഇലക്ട്രിസിറ്റി കമ്പനിയില് ഡെയിലി നമുക്ക് വരുന്ന എക്സ്പെൻസും ഇൻകംസും കാണിക്കുന്ന അക്കൗണ്ട് ആണ് നമ്മുടെ റവന്യൂ അക്കൗണ്ട്. ഇപ്പം പവർ സെല് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാലറി കൊടുക്കുക, അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അങ്ങനെ കുറെ നമ്മൾ ഐറ്റംസ് പഠിച്ചില്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, കോസ്റ്റ് ഓഫ് ജനറേഷൻ, കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ ഡെയിലി ഇലക്ട്രിസിറ്റി കമ്പനിയിൽ വരുന്ന അതാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നോക്കിയേ, എന്താ വരുന്നത്? ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ദ റവന്യൂ അക്കൗണ്ട് റെക്കോർഡ് ഇൻകംസ് ലൈക്ക് സെയിൽ ഓഫ് ഇലക്ട്രിസിറ്റി, മീറ്റർ റെന്റ്, അതർ ഓപ്പറേറ്റിംഗ് റവന്യൂസ്. ഇത് കൂടാതെ വരുന്ന ഓപ്പറേറ്റിംഗ് റവന്യൂസ്. അത് മാത്രമല്ല, ഇതിപ്പോ ഇൻകത്തിന് വരും പറയും, എക്സ്പെൻസ് വരും. എന്തൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, കോസ്റ്റ് ഓഫ് ജനറേഷൻ, പിന്നെ എന്തെങ്കിലും വേസ്റ്റ് ഇത് വാങ്ങുന്നതോ, ലൂബ്രിക്കന്റ് വാങ്ങുന്നതോ, അല്ലെങ്കിൽ കുട്ടി റിപ്പയർ വരുന്നതോ, ഇതൊക്കെയാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് റവന്യൂ അക്കൗണ്ട് ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് ആണ് എഴുതുന്നത്, അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത വരുന്ന രണ്ടാമത്തെ അക്കൗണ്ട് ആണ് നമ്മുടെ നെറ്റ് റവന്യൂ അക്കൗണ്ട്. റവന്യൂ കഴിഞ്ഞ് റവന്യൂല് നമ്മൾ ഡേ ടു ഡേ ആയിട്ടുള്ള എക്സ്പെൻസും ഇൻകംസും ഒക്കെ റെക്കോർഡ് ചെയ്തു. അടുത്ത നമ്മൾ ചെയ്യുന്നതാണ് നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇത് ദ നെറ്റ് റവന്യൂ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രാൻസ്ഫറിങ്. എവിടുത്തെ സാധനം എടുത്തിട്ടാണ് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണോ? ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണോ നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ട് ചെയ്യുന്നത്? നെറ്റ് റവന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ക്യാപിറ്റൽ ചെയ്യുന്നത്. അപ്പം ഇതല്ല, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടല്ല ചെയ്യുന്നത്. പിന്നെ ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറിന്റെ ഒക്കെ അത് എവിടെയാണ്? ഇവിടെയാണോ വരുന്നത്? ഇതൊക്കെ ക്യാപിറ്റലിൽ പോണതാണ്. ഡിപ്രിസിയേഷൻ മാത്രമാണോ? ഡിപ്രിസിയേഷൻ വരുന്നത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? നമ്മുടെ റവന്യൂലാണ്. അപ്പൊ ആ ഐറ്റം മാത്രമല്ല എടുക്കുന്നത്, പകരം എന്താ എടുക്കേണ്ടത്? നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്ത റവന്യൂ അക്കൗണ്ടിൽ ബാലൻസ് എത്രയാണോ, നമ്മൾ ഈ പറഞ്ഞ ഇൻകംസും ഓപ്പറേറ്റിംഗ് ഇൻകംസും ഓപ്പറേറ്റിംഗ് ചാർജസ് ഒക്കെ കഴിഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ കഴിച്ചിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റവന്യൂ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നെറ്റ് റവന്യൂ അക്കൗണ്ട് എവിടുന്ന് എടുത്തതാണ്? റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ബാലൻസ് ഫ്രം റവന്യൂ അക്കൗണ്ട് ആഫ്റ്റർ എന്ത്? നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ കുറച്ച് കിഴിച്ച് കഴിഞ്ഞിട്ടുള്ള ബാലൻസ്. ഇനി എങ്ങനെയാണ് നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാം, നെറ്റ് റവന്യൂ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ വർഷത്തെ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കും. നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ?
നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നെറ്റ് റവന്യൂ ഒന്നെങ്കിൽ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ അക്കൗണ്ട്, നെറ്റ് അല്ലല്ലോ, റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കും. എത്രയാണോ ആ എമൗണ്ട്, ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കുറെ കാണും. എന്താ, ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതുണ്ടാവും, ഡിവിഡൻഡ് കൊടുക്കാനുണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെ ഈ പറഞ്ഞ സർപ്ലസിൽ നിന്ന്, നമ്മുടെ ഈ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസിൽ നിന്ന് കൊടുക്കാനുള്ള അപ്രോപ്രിയേഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിവിഡൻഡ് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, റിസർവിലോട്ട് വല്ലതും മാറ്റാനുണ്ട് അത്, ഇതൊക്കെ വരുന്ന അപ്രോപ്രിയേഷൻ ചെയ്യുന്ന അക്കൗണ്ട് ആണ് നമ്മുടെ നെറ്റ് റവന്യൂ അക്കൗണ്ട്. അപ്പൊ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് വരുന്നത്, ഇനി അടുത്ത ഐറ്റം നമ്മുടെ ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കാര്യമാണ്. അപ്പൊ അത് റിലേറ്റഡ് ഒരു ചോദ്യമാണ്. ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനി വിച്ച് ഐറ്റം ഈസ് റെക്കോർഡഡ്? താഴെ പറയുന്നതിൽ ഏത് ഐറ്റം ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്? ആദ്യം വരുന്നത് റവന്യൂ ഫ്രം സെയിൽ ഓഫ് പവർ. അപ്പം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലേ, ഡെയിലി നമുക്ക് കിട്ടുന്ന, മീൻസ് കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ. കറണ്ട് ആണ്, കറണ്ട് വിറ്റിട്ട് കിട്ടുന്നത്. അപ്പൊ അത് എവിടെയാണ് നമ്മൾ എഴുതുന്നത്? റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ നേരത്തുള്ള എക്സ്പെൻസ്, അതും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? റവന്യൂവിലാണ് കാണിക്കുന്നത്. അത് ക്യാപിറ്റലിൽ വരില്ല. ഡിപ്രിസിയേഷനും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? റവന്യൂവിലാണ്. അപ്പൊ ബാക്കി ക്യാപിറ്റൽ വരുന്ന ആരാണ് ക്യാപിറ്റൽ ഇപ്പൊ വരുന്നത്? കോസ്റ്റ് ഓഫ് ലാൻഡ്, പ്ലാൻ ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻ. ഇതാണ് ക്യാപിറ്റൽ നേച്ചർ ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഈ സാധനമാണ് എവിടെ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടില്. ബാക്കിയുള്ളതെല്ലാം റവന്യൂ നേച്ചർ ആണ്. നമുക്ക് പവർ വിറ്റ് കിട്ടുന്ന പൈസ, അതേപോലെ അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആണ് അത്, ജനറേഷൻ ആണ് അതിന് വരുന്ന എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ, ഇതൊക്കെ വരുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിലാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് പ്ലാന്റ് ആണ് എവിടെ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. അത് മാത്രമേ ക്യാപിറ്റൽ നേച്ചർ ഉള്ളൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നോക്കിയേ, ആൻസർ വരുന്നത് സി ആണ്, കോസ്റ്റ് ഓഫ് ലാൻഡ്, പ്ലാൻ ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ ഈ ലാൻഡും പ്ലാന്റും ട്രാൻസ്മിഷൻ ലൈനും ഒക്കെ വാങ്ങാനുള്ള കോസ്റ്റ്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ്, എന്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കത്തുള്ളൂ? ക്യാപിറ്റൽ നേച്ചർ ആയിട്ടുള്ള സാധനം മാത്രമേ കാണിക്കത്തുള്ളൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ അത് വരുന്നത് ഇവിടെ ഈ പറഞ്ഞ ഈ ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ്. അതാണ് ഇവിടുത്തെ എക്സാമ്പിളിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള ലാൻഡും പ്ലാന്റും ഒക്കെ വാങ്ങാൻ വേണ്ടി നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. ദെൻ അടുത്തത് ഇനി ജനറൽ ബാലൻസ് ഷീറ്റിന്റെ കാര്യമാണ്. ഇൻ ദി ജനറൽ ബാലൻസ് ഷീറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനി സർപ്ലസ് ഈസ് ഷോൺ അണ്ടർ. എവിടെയാണ് സർപ്ലസ് കാണിക്കുന്നത്? നമ്മൾ സാധാ ബാലൻസ് ഷീറ്റിലും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന്, P&L അക്കൗണ്ടിൽ നിന്ന് ഉള്ള പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടാ കാണിക്കുന്നത്? ഈ സൈഡിലോട്ടാണ്, ലയബിലിറ്റി സൈഡിലല്ലേ. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് എന്നിട്ട് ആ പറഞ്ഞ സർപ്ലസ് പല ഇതായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത പോകും. ഇത്ര പെർസെന്റേജ് ഇന്ന റിസർവിലോട്ടും, ഇത്ര ഇത് ഇന്ന, അത് നമ്മുടെ റെഗുലേഷൻ പ്രകാരമാണ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഏത് സൈഡിലാണ് വരുന്നത്? ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. അല്ലാതെ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് കിട്ടുന്ന നെറ്റ് റവന്യൂവിന്റെ ബാലൻസ് അടുത്ത അക്കൗണ്ട് ആയ ക്യാപിറ്റലിലോട്ടല്ല പോണത്, അത് കഴിഞ്ഞിട്ടുള്ള ജനറൽ ബാലൻസ് ഷീറ്റിലോട്ടാണ് പോണത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നതാണ് ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. എക്സ്ട്രാ ഒരു കാര്യം വരുന്ന ഇതാണ്, അപ്രോപ്രിയേഷൻ. ബാലൻസ് ഷീറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ സർപ്ലസ് 20% മേളിലാണെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആർക്കൊക്കെ കൊടുക്കണം, എത്ര പെർസെന്റേജ് കൊടുക്കണമെന്നൊക്കെ. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ ആൻസർ വരുന്നത് ലയബിലിറ്റി സൈഡ്, അപ്രോപ്രിയേഷൻ ഓഫ് നെറ്റ് റവന്യൂ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ യുണീക് ഫീച്ചർ ഓഫ് ജനറൽ ബാലൻസ് ഷീറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനി അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ്, ജനറൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ നോർമൽ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന പോലല്ല. അപ്പൊ അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? ആദ്യം വരുന്നതാണ്, ഇറ്റ് ഷോസ് ഓൺലി കറന്റ് അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി. കറന്റ് അസറ്റ് അക്കൗണ്ട് അല്ല, കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റി മാത്രമാണോ കാണിക്കുന്നത്? അല്ല, അത് കൂടാതെ പല കാര്യങ്ങളും വരുന്നുണ്ട്.
കറണ്ട് അക്കൗണ്ടും അല്ല, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും മാത്രമല്ല ബാലൻസ് ഷീറ്റില്. പിന്നെ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഡിപ്രിസിയേഷൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യത്തില്ല, പകരം നമ്മൾ അതിനൊരു ഫണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എടുക്കുന്നില്ല എന്നുണ്ട്. അല്ല, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. അവിടെ ഒരു വ്യത്യാസം, സാധാ ബാലൻസ് ഷീറ്റുമായിട്ടുള്ള വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്കൊരു ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് നമ്മൾ ഈ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും ക്യാപിറ്റൽ റവന്യൂവിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ആ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് നമ്മൾ രണ്ട് സൈഡിലും ഇടുന്നത്. നേരെ മറിച്ച് മറ്റേ നമ്മുടെ ജനറൽ ബാലൻസ്, നമ്മുടെ നോർമൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അങ്ങനെയല്ല. നമ്മൾ ഫിക്സഡ് അസറ്റ് എല്ലാം അസറ്റ് സൈഡിൽ തന്നെ എഴുതുക, കറണ്ട് അക്കൗണ്ടിന്റെ കൂടെ തന്നെ എഴുതുക, കറണ്ട് അസറ്റിന്റെ കൂടെ തന്നെ ഫിക്സഡ് അസറ്റും എല്ലാം എഴുതി. ഇപ്പഴേ അതേപോലെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താണ്, ലൈബിലിറ്റീസും അസറ്റും ക്യാപിറ്റൽ നേച്ചർ ഉള്ളതിനൊക്കെ ആദ്യമേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. അവിടെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ടോട്ടൽ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് എടുത്തത്. അപ്പൊ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, മെർജ് ചെയ്തിട്ടല്ല നമ്മൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന്. നമ്മൾ രണ്ട് ബാലൻസ് ഷീറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ മെർജിങ് പരിപാടി ഇല്ല. സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് റവന്യൂ അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് മെർജിങ്. അത് ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്യാപിറ്റൽ നേച്ചർ ഉള്ളതിനെ എവിടെ കൊണ്ടുപോകും നമ്മൾ, ക്യാപിറ്റൽ അക്കൗണ്ട്. മറ്റേത് റവന്യൂ ആയിട്ടുള്ളതിനൊക്കെ റവന്യൂവും നെറ്റ് റവന്യൂവും കൊണ്ട് അങ്ങനെ ഡിഫറൻസ് എടുത്തിട്ടാണ്, മീൻസ് സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ആദ്യത്തെ 4 അക്കൗണ്ടിന്റെ കാര്യങ്ങൾ: റവന്യൂ, നെറ്റ് റവന്യൂ, ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് ഇതിന്റെ കുറെ റിലേറ്റഡ് ടേംസ് ആയ ക്ലിയർ പ്രോഫിറ്റ്, റീസണബിൾ പ്രോഫിറ്റ്, സർപ്ലസ്, അതിന്റെ ഡിസ്പോസൽ എങ്ങനെയാന്നൊക്കെ. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്ലിയർ പ്രോഫിറ്റ്? അത് ഇലക്ട്രിസിറ്റി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ക്ലിയർ പ്രോഫിറ്റ്? എന്താണ്? ഫസ്റ്റ് വരുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ബട്ട് ആഫ്റ്റർ ഡിവിഡന്റ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ. അത് ഓപ്ഷൻ സി വരുന്നത് സർപ്ലസ് ട്രാൻസ്ഫർ ടു റിസർവ്. ഡി വരുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഫ്രം സെയിൽ ഓഫ് അസറ്റ്. അപ്പൊ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്, കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റ്, കമ്പനിയുടെ ഡേ ടു ഡേ ഇൻകം, റവന്യൂവും അതേപോലെ ഡേ ടു ഡേ എക്സ്പെൻസും നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റ് ആണ് ക്ലിയർ പ്രോഫിറ്റ്. അപ്പൊ അതെന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻകവും ഡിപ്രിസിയേഷനും കുറച്ചിട്ടുള്ള സാധനമാണ് നമ്മുടെ ക്ലിയർ പ്രോഫിറ്റ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ, അല്ലാതെ ഡിവിഡന്റ് അല്ല. ഡിവിഡന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സർപ്ലസ് അല്ല. പിന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ്, അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒന്നുമല്ല ക്ലിയർ പ്രോഫിറ്റ്. ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കമ്പനിയിൽ നിന്ന് ഡേ ടു ഡേ അല്ലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ്. അത് എല്ലാ എക്സ്പെൻസും, എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻട്രസ്റ്റും ഡിപ്രിസിയേഷനും കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്, അതിനാണ് ക്ലിയർ പ്രോഫിറ്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നോക്കിയാൽ ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രിസിയേഷൻ, അതാണ് ആൻസർ വരുന്നത്. എന്താണ് ഇനി നമ്മുടെ ക്ലിയർ പ്രോഫിറ്റിന്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബാലൻസ് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ അഡ്മിസിബിൾ എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, ഡിപ്രിസിയേഷൻ. പക്ഷെ എന്ത്, ബിഫോർ അപ്രോപ്രിയേഷൻ ലൈക്ക് റീസണബിൾ റിട്ടേണും റിസർവും ഒക്കെ മാറ്റുന്നേക്കാട്ടിലും മുമ്പ് വരുന്ന നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനെയാണ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രോബ്ലം ആണ് ഈ പറഞ്ഞ ക്ലിയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയാ ക്ലിയർ പ്രോഫിറ്റ് അല്ല, സോറി, സർപ്ലസ് കണ്ടുപിടിക്കുന്ന. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിസിറ്റി കമ്പനിക്ക് ക്ലിയർ പ്രോഫിറ്റ് വരുന്നത് 120 ലക്ഷം രൂപയാണ്. 1,20 ലക്ഷം രൂപ. അതിന്റെ റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 100 ലക്ഷമാണ്. സോ അതിന്റെ സർപ്ലസ് എത്രയാണ്? റീസണബിൾ എന്ന് പറഞ്ഞാൽ നോർമലി കിട്ടേണ്ട, ഇട്ട ക്യാപിറ്റലിന് നോർമലി കിട്ടേണ്ട ഒരു റേറ്റ് ആണ് റീസണബിൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് എത്ര കിട്ടി? 100 കിട്ടേണ്ട സ്ഥാനത്ത് 120 കിട്ടി, അല്ലെ? അപ്പൊ എന്താണ് അവിടുത്തെ സർപ്ലസ്?
എന്താ എത്രയായിരിക്കും സർപ്ലസ് വരുന്നത്? ക്ലിയർ 120, റീസണബിൾ 100. എത്രയായിരിക്കും? എക്സ്ട്രാ കിട്ടുന്നതല്ലേ സർപ്ലസ് എന്ന് പറയുന്നത്. ആൻസർ എത്രയാ? 120 എത്ര കുറച്ചാൽ മതി? ക്ലിയർ പ്രോഫിറ്റ് ആയിട്ടുള്ള 120 നമ്മുടെ റീസണബിൾ റിട്ടേൺ ആയിട്ടുള്ള 100 കുറച്ചാൽ അപ്പൊ എത്ര വരും? 20 ലക്ഷമാണ് നമ്മുടെ സർപ്ലസ് വരുന്നത്. അഡീഷണലി ഉള്ളത് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ആണ് 20 lakh. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ പ്രോഫിറ്റ് മൈനസ് റീസണബിൾ റിട്ടേൺ ആണ്. ഇനി അടുത്തത് എന്താണ് റീസണബിൾ റിട്ടേൺ? നേരത്തെ ഞാൻ പറഞ്ഞു എന്താ നോർമലി കിട്ടിക്കൂടെ 1 ലക്ഷം ഇല്ല 100 ലക്ഷം എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഇട്ട ക്യാപിറ്റലിന് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് നോർമലി കിട്ടേണ്ട ഒരു റേറ്റ് ആണ്, റിട്ടേൺ ആണ് 100 ലക്ഷം. അപ്പൊ അങ്ങനെയാണ് എന്താണ് റീസണബിൾ റിട്ടേൺ മീൻ ചെയ്യുന്നത്? റീസണബിൾ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് റവന്യൂ ആണോ? കമ്പനിയുടെ മുഴുവൻ കിട്ടുന്ന റവന്യൂയുടെ ടോട്ടൽ ആണോ? അതോ ക്യാപിറ്റൽ ബേസ് വെച്ചിട്ടാണോ? എത്രയാണോ നമ്മുടെ ക്യാപിറ്റൽ അത് വെച്ചിട്ടാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് സർപ്ലസ് ഫണ്ട് അവൈലബിൾ വെച്ചിട്ടാണോ റീസണബിൾ കണ്ടുപിടിക്കുന്നത്? അതോ റിസർവ് മാത്രം വെച്ചിട്ടാണോ? നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ ആദ്യം നമ്മളെ ഈ പറഞ്ഞ ക്ലിയർ പ്രോഫിറ്റിന്റെ ഒക്കെ സ്റ്റെപ്പിൽ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് ആയിരുന്നു എന്താ കാൽക്കുലേറ്റിംഗ് ദി ക്യാപിറ്റൽ ബേസ്. എത്ര രൂപയാണോ കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഇത്ര പെർസെന്റേജ് ആണ് നമ്മുടെ റീസണബിൾ റിട്ടേൺ വരുന്നത്. അപ്പൊ ആൻസർ ഏതാ? നമ്മൾ എന്തിന്റെ ബേസിലാണ് റീസണബിൾ റിട്ടേൺ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ ബേസിൽ കമ്പനിക്ക് എത്ര രൂപയുടെ ക്യാപിറ്റൽ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ റീസണബിൾ റിട്ടേൺ കണ്ടുപിടിക്കുക. അല്ലാതെ ഗ്രോസ് റവന്യൂ വെച്ചിട്ടോ സർപ്ലസ് വെച്ചിട്ടോ റിസർവ് വെച്ചിട്ടോ അല്ല. ആൻസർ വരുന്ന ക്യാപിറ്റൽ ബേസ് ഓഫ് ദി കമ്പനി. നോക്കിയേ, ക്യാപിറ്റൽ റീസണബിൾ റിട്ടേൺ ഈസ് ഡിറ്റർമിൻഡ് ആസ് എ ഫിക്സഡ് പെർസെന്റേജ്. അത് എത്രയാണോ കാണും, എത്ര 10 ആണോ 15 ആണോ, അപ്പൊ ആ പെർട്ടിക്കുലർ എമൗണ്ട് പെർസെന്റേജ് ഫിക്സഡ് പെർസെന്റേജ് എവിടെ? അത് ക്യാപിറ്റൽ ബേസ് എത്രയാണോ കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റീസണബിൾ റിട്ടേൺ കിട്ടുന്നത്. അപ്പൊ അത് എപ്പോഴും റീസണബിൾ റിട്ടേൺ കണ്ടുപിടിക്കുന്ന ആരുടെ ബേസിലാണ്? കമ്പനിയുടെ ക്യാപിറ്റലിന്റെ ബേസിലാണ്. അത് ഓർത്ത് വെച്ചോണേ.